ഹായ് ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ വീണ. അപ്പോൾ ഇന്നത്തെ എന്റെ ഡെയിലി വ്ലോഗിൽ ചേട്ടായി ഉണ്ട് കേട്ടോ. ചേട്ടായിക്ക് ഇന്ന് വർക്കില്ലായിരുന്നു. പിന്നെ വർക്കിനായിട്ട് ചെന്നൈ പോവാണ് കേട്ടോ ഇന്ന്. അപ്പോൾ ഇന്ന് ചൊവ്വാഴ്ചയല്ലേ, അപ്പോൾ എന്റെ ഡെയിലി വ്ലോഗ് കാണുന്നവർക്ക് അറിയാം ഇന്ന് ഞാൻ പള്ളി പോകുന്ന ദിവസമാണ്. അതെ, ഞങ്ങൾ മൂന്നുപേരും കൂടെ പള്ളി പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുവാണേ. അങ്ങനെ ഞങ്ങൾ ദേ ബസ് സ്റ്റോപ്പിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. ദേ അനിയനൊക്കെ ഇന്ന് എക്സാം ആണ് കേട്ടോ. അനിയൻ്റെ കൂട്ടുകാരും കൂടെ വണ്ടി കയറാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് ഇവിടെ. അപ്പോൾ നമ്മൾ ബസ് ഏറ്റിടാൻ വേണ്ടിയിട്ട് ആ റോഞ്ചി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ബസ് കയറുന്നവരെ പുള്ളിക്കാർ ഇവിടെ കാണും. നമ്മൾ ബസ് കയറി പോയാൽ മാത്രമേ പുള്ളിക്കാർ വീട്ടിലോട്ട് പോകത്തുള്ളൂ കേട്ടോ. ഇത്രയും സ്നേഹമുള്ളതാണ്. അങ്ങനെ ബസ്സൊക്കെ വന്ന് ഞങ്ങൾ മൂന്നേരും കൂടി ഇവിടെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പൊ വണ്ടി ഇതുവരെ എടുത്തിട്ടില്ല. അപ്പൊ കുഞ്ഞുമണി പറയുക വണ്ടി എടുക്കുന്നു. പിന്നെ അതേ കുഞ്ഞുമണിയുടെ കുറച്ച് ക്യൂട്ട്നെസ് ഒക്കെ താണ്ട പാര് വെതറാണ്. അങ്ങനെ ഞങ്ങൾ ഇതേ പള്ളി വന്നു കേട്ടോ. ഇവിടെ വന്നപ്പോൾ തന്നെ 1:30 1:45 ആയി. അപ്പൊ നല്ല രീതിക്ക് തിരക്കില്ലായിരുന്നു കേട്ടോ. തിരക്ക് നല്ല രീതിക്ക് കുറവായിരുന്നു. ഈ പള്ളിയുടെ ഇവിടെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുവിധം പൂർത്തിയായിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട് ഇപ്പൊ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ നേർച്ചയൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾക്ക് ഇവിടുന്ന് കഞ്ഞി കിട്ടിട്ടോ കുടിക്കാൻ വേണ്ടിയിട്ട്. കുഞ്ഞുമണിക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ. അങ്ങനെ ഞങ്ങൾ കഞ്ഞിയൊക്കെ കുടിച്ചിട്ട് ബസ് കയറാൻ വേണ്ടി പോവാണ് കേട്ടോ. അമ്മ രാവിലെ തന്നെ പള്ളിയിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷമാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. പിന്നെ ഞങ്ങൾ പള്ളി എത്തിയിട്ട് എല്ലാവരും കൂടെ ഒരുമിച്ചായി. പിന്നെ ബസ്സൊക്കെ കയറി അങ്ങനെ വീട്ടിലേക്ക് പോകുന്ന വഴി ഞങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ കയറിയിട്ടോ. ഇവിടെ ഞങ്ങൾക്ക് ഐസ്ക്രീം തിന്നാനൊരു കൊതി. അങ്ങനെ ഐസ്ക്രീം ഒക്കെ വാങ്ങിക്കും. അങ്ങനെ ഐസ്ക്രീം ഒക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ വീട്ടിലോട്ട് നടക്കാണ് കേട്ടോ. പിന്നെ നമുക്ക് ഒട്ടും സമയമില്ല. ചേട്ടായിക്ക് 6:15 ട്രെയിൻ. നേരെ വീട്ടിൽ വന്ന് ഡ്രസ്സൊക്കെ മാറിയിട്ട് ചേട്ടായിക്ക് ഉണ്ടാക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അമ്മേൻ്റെ കൂടെ ട്രെയിൻ കയറ്റി വിട്ടിട്ട് വരാമെന്ന് വിചാരിച്ച്. പിന്നെ ഞങ്ങൾ അധികം ഉഷാറല്ലാത്തത് ചേട്ടായി പോകുന്നതിന്റെ ഒരു സങ്കടം ഞങ്ങളുടെ മുഖത്തുണ്ട് കേട്ടോ. പിന്നെ അതേ തന്നെ ചേട്ടായിക്കും. അങ്ങനെ ഞങ്ങൾ കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ എത്തി കേട്ടോ. എത്തിയിട്ട് പിന്നെ നമ്മൾ ടിക്കറ്റ് ഒക്കെ എടുത്തിട്ട് പ്ലാറ്റ്ഫോമിലേക്ക് പോവാണ് കേട്ടോ. ഇത് ഞങ്ങൾ ഇവിടെ എത്തിയപ്പോഴത്തേക്കും 6:05 ആയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. 6:20 ട്രെയിൻ വരുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അതേ സ്നാക്സ് ഒക്കെ വാങ്ങിച്ചിട്ട് ഇവിടെ ഇരുന്ന് കഴിക്കാണ് കേട്ടോ. അതെ, അമ്മ അവിടെ ഇരിപ്പുണ്ട് വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് അമ്മയോട് ഞാൻ പറഞ്ഞു ഇവിടെ വന്നിരിയമ്മാന്ന്. അങ്ങനെ അമ്മ ഇവിടെയും വന്നിരുന്നു. ഞങ്ങൾ കുറച്ച് നേരം സംസാരിച്ചിട്ടൊക്കെ ഇരുന്ന് കേട്ടോ. അങ്ങനെ നല്ല രീതിക്കുള്ള വ്യൂ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ വലിയ രീതിക്ക് തിരക്കും ഇല്ലായിരുന്നു. ഇത് കണ്ടപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ. നല്ല കളറൊക്കെ ഉള്ള ഒരു ആകാശം. അങ്ങനെ ട്രെയിൻ വന്നു കേട്ടോ. അപ്പൊ ചേട്ടായി കയറാൻ വേണ്ടിയിട്ട് പോവുകയാണ്. നല്ല രീതിക്ക് തിരക്കുണ്ടോന്ന് വെച്ചാൽ ട്രെയിനകത്ത് ഒരുവിധം തിരക്കൊക്കെ ഉണ്ട്. അങ്ങനെ ചേട്ടായി ട്രെയിനൊക്കെ കയറി സീറ്റൊക്കെ ഉറപ്പിച്ചിട്ട് അപ്പോഴത്തേക്ക് എൻ്റെ ഒരു കൂട്ടുകാരിയും വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവളവും ചേട്ടായും കൂടെ സംസാരിക്കാം. അങ്ങനെ ചേട്ടായി പോയി. അപ്പൊ അതിന്റെ സങ്കടത്തിൽ ഞങ്ങൾ ഇങ്ങനെ നടന്നു വരാൻ കേട്ടോ. കുഞ്ഞുമണിയുടെ മോൻ കണ്ടാൽ തന്നെ അറിയാം നല്ല രീതിക്ക് സങ്കടമുണ്ട്. അച്ഛ പോയി എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. പിന്നെ അമ്മ കളിപ്പിച്ചപ്പോഴത്തേക്ക് ഒരു ചിരിയൊക്കെ വന്ന മുഖത്ത്. പിന്നെന്താ പറയാനാ, നമുക്ക് പിടിച്ചു കിട്ടാൻ പറ്റത്തില്ലല്ലോ, ജോലിക്ക് പോവണ്ടേ. അങ്ങനെ പിന്നെ ചേട്ടായി പോയ സങ്കടത്തിൽ ഞങ്ങൾ ആ സങ്കടം മാറ്റാൻ വേണ്ടി ഷാർജ കുടിക്കാൻ വേണ്ടി വന്നു കേട്ടോ കൊല്ലത്ത്. ഞാൻ ഓടിയിട്ടുണ്ട് കേട്ടോ ഷാർജയ്ക്ക്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടുത്തെ ഷാർജ. ഈ കട ഞാൻ മുന്നേ നിങ്ങളെ കാണിച്ചു തന്നിട്ടുണ്ട്. അങ്ങനെ ഷാർജയെ കുറിച്ചിട്ട് നേരെ ഞങ്ങൾ ബസ് കയറി വീട്ടിലെത്തിട്ടോ. അതെ, ചേട്ടായി പോയി എന്റെ ഒരു സങ്കടമാണ് എന്റെ മുഖത്ത് ഇങ്ങനെ ഇരിക്കുന്നത്. പിന്നെ കുഴപ്പമില്ല. അപ്പൊ ഇന്നത്തെ ഒരു കുഞ്ഞു ബ്ലോഗ് ഇത്രയുള്ള. ചാനൽ കാണാൻ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാൻ ബൈ ബൈ, സീ യു.